ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. Yes, very good. Give it. വൃത്തിയുള്ള കൈകൾ ആരോഗ്യം കൊണ്ടുവരും. നല്ല പെരുമാറ്റം
സ്കൂളും അവിടുത്തെ ഒരു മലയാളം അധ്യാപകനും നിങ്ങൾക്ക് മുമ്പിൽ. ഗുഡ് മോർണിംഗ് ഒന്നും വേണ്ടേ വേണ്ട. അതെന്താ സാർ? കാരണം ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? അതല്ല. ഇന്ന് 18-ാം തീയതിയല്ലേ? അല്ല. രാഹുലല്ലേ? അല്ല. ഇന്ന് മാതൃഭാഷാ ദിനമല്ലേ? അതെ, തൃഷാലാണ് ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും തൃഷാന് ഒരു കൈയടി കൊടുത്തേ. എന്നാ പിന്നെ സാർ ഗുഡ് മോർണിംഗ് എന്തിനാ? ഗുഡ് മോർണിംഗിന്റെ മലയാളം പറഞ്ഞ പോലെ. അതെ, ആദാ പറഞ്ഞത് തീർത്തും ശരിയാണ്. ഗുഡ് മോർണിംഗിന്റെ മലയാള പദം ഇത് ആർക്കെങ്കിലും അറിയാമോ? നല്ല ദിവസമാകട്ടെ. അല്ല. അസ്സലാമു അലൈക്കും. അല്ല. നമസ്തേ അല്ലേ? അതെ, ഹനാഷ് പറഞ്ഞതാണ് ശരി ഉത്തരം. വേറെ എന്തെങ്കിലും ഉത്തരമുണ്ടോ? നമസ്കാരം. അതെ, സൽമാനും ഹനാഷും പറഞ്ഞതാണ് ശരിയായ ഉത്തരം. ഇരുവർക്കും വലിയൊരു കൈയടി തന്നെ കൊടുക്കുക. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? എന്നാലും കുറച്ച് കൂടുതൽ ഇഷ്ടം ആരോടാണ്? മാഷേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മയോടാണ്. അതെ, അമ്മയെ പോലെയാണ് മലയാളം. സ്നേഹിക്കും, ലാളിക്കും, തലോടും, മടിയിലിരുത്തും. അതെങ്ങനെയാ സാറേ മലയാളം മടിയിലിരുത്തുന്നത്? എടാ മോനെ, ഫെലിക്സ് വിടാതിരിക്കും. എടാ മോനെ, അതായത് മലയാളത്തിൽ അങ്ങനെയല്ലേ മാഷേ? എടാ മോനെ, ഫെലിക്സ് വിടാതിരിക്കും. അതായത് മലയാളത്തിൽ ധാരാളം കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, നിരൂപണങ്ങൾ, സിനിമകൾ, പാട്ടുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് നമ്മുടെ മലയാളം. ഇതൊക്കെ നാം ആസ്വദിക്കുമ്പോൾ അമ്മ തരുന്ന വികാരം നമ്മളിലും ജനിക്കും. നിങ്ങൾക്ക് ഇന്നൊരു സന്തോഷ വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. മലയാള സാഹിത്യത്തെ കുറിച്ചും ഏതാനും ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ? ഉത്തരം പറയുന്നവർക്ക് ഇതാ ഇപ്പൊ സമ്മാനം. ചോദിക്കട്ടെ? ആദ്യത്തെ ചോദ്യം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഈ വരികൾ എഴുതിയ കവി ആര്? ഉള്ളൂർ. മുഹമ്മദ് നിഹാൽ സാഹിബ്? അല്ല. മെസ്സി? അതെ, ഗൗതം പറഞ്ഞതാണ് ശരിയായ ഉത്തരം. ഗൗതം ഇങ്ങോട്ട് വരൂ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? മലയാള ഭാഷയുടെ പിതാവാര്? എഴുത്തച്ഛൻ. അതെ, ഫെലിക്സ് ഇവിടെ വരൂ. അടുത്ത ചോദ്യം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന കഥാകാരനാര്? സദസ്സിന് വന്ദനം. ബഹുമാനം നിറഞ്ഞ പ്രധാന അധ്യാപിക, അധ്യാപകർ, പ്രിയ വിദ്യാർത്ഥിനികളെ, മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള തത്വചിന്തകനും സന്യാസിയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ശ്രീനാരായണ ഗുരുദേവനെ പറ്റിയാണ്. ആദ്യകാലത്ത് നാടുവാശാൻ എന്നറിയപ്പെട്ടിരുന്ന ഗുരു ആഗസ്റ്റ് മാസമാണ് ജനിച്ചത്. തിരുവനന്തപുരത്തെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ പിതാവ് മാടനാശാനായിരുന്നു. തന്റെ വീട്ടിൽ സമ്മേളിക്കുന്ന ഗ്രാമവാസികൾക്ക് പുരാണങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയും അർത്ഥം വിശദീകരിച്ചു കൊടുക്കുകയും പതിവായിരുന്നതിനാലാണ് അദ്ദേഹത്തെ ആശാൻ എന്ന് വിളിച്ചു വന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ജനകോടികളെ നേർവഴി കാട്ടി നയിച്ച പരമഗുരുവാണ്.
സർവരും സോദരരായി വാഴുന്ന മാതൃകാവ്യാവസ്ഥിതി ലോകത്തിൽ സംജാതമാകണമെന്ന് സ്വപ്നം കണ്ട വിപ്ലവകാരിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ ഇടപെട്ട സാമൂഹിക വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് ജാതി തന്നെയായിരുന്നു. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാവസ്ഥാനമാണിത്. വളരെ പ്രസിദ്ധമായ ഈ ഗുരുവചനത്തെ മറികടന്ന് ജാതി ചിന്തയ്ക്കെതിരെ മറ്റൊരു കവിതാശകലമോ മന്ത്രമോ മുദ്രാവാക്യമോ നമുക്ക് അന്യമാണ്. ജാതി ലക്ഷണം എന്ന ഗുരുദേവ കൃതിയിലെ അവസാന വരികൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളും അവയുടെ ശരീരപ്രകൃതം കൊണ്ട് തന്നെ ഇനം ഏതെന്ന് തിരിച്ചറിയുന്നതിനാൽ വിവേകവും തിരിച്ചറിവും ഉൾവെളിച്ചവും ഉള്ളവർ താൻ ഏതിനമാണെന്ന് ചോദിക്കുകയില്ല എന്നതായിരുന്നു ഗുരുദേവന്റെ കാഴ്ചപ്പാട്. മനുഷ്യനിലെ മനുഷ്യത്വത്തെ തൊട്ടുണർത്താനും അറിവാണ് യഥാർത്ഥ വെളിച്ചവും ശക്തിയുമെന്ന് അവന് പറഞ്ഞു കൊടുക്കാനും പ്രപഞ്ചം മുഴുവൻ തുടിച്ചു നിൽക്കുന്ന ഒരു ചൈതന്യത്തിന്റെ അവകാശിയും ഭാഗവുമാണ് താനെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താനുമാണ് ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ജീവിതം മാറ്റിവെച്ചത്. കേരളത്തിൽ നിലനിന്നിരുന്ന സുവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെയും പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെ ആകെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കുവഹിച്ചു. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. വിവേകം താനെ വരില്ല, യത്നിക്കാൻ ധാരാളം വായിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചു ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ മടിയന്മാരായി ജീവിക്കുന്നത്, നീതിക്കു നിരക്കാത്തത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരവന്റെ സുഖത്തിനായി വരയണം. അധർമ്മപക്ഷത്ത് ജയിക്കുന്നതിനേക്കാൾ നല്ലതാണ് ധർമ്മപക്ഷത്തു നിന്ന് പരാജയപ്പെടുന്നത് എന്നിവ ഗുരുദേവന്റെ പ്രശസ്ത വചനങ്ങളിൽ പെടുന്നു. ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്. 1928 സെപ്റ്റംബർ 20 ഭക്തരുടെ മുമ്പിൽ ധ്യാനത്തോടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിത മൂല്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ